Welcome, dear students. Now we are going to learn about financial statements prepared by non-profit organizations. Financial statements prepared by non-profit organizations includes receipts and payments account, income and expenditure account, and finally balance sheet. So these are the three financial statements prepared by non-profit organization. The first financial statement prepared by non-profit organization is receipts and payments account. Receipts and payments account. See, receipts and payments account is a statement that shows all cash and bank receipts and all cash and bank payments made by the non-profit organization during a particular period, usually one accounting year. So receipts and payments account എന്ന് പറയുമ്പോൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ യൂഷ്വലി ഒരു 1 ഇയർ ആയിരിക്കും. 1 ഇയറിൽ അവർ റിസീവ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാഷ് ആൻഡ് ബാങ്ക് റെസിപ്റ്റ്സും അതുപോലെ തന്നെ അവരുടെ പേയ്മെൻറ്റ്സ് ക്യാഷ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ത്രൂ ബാങ്ക് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ്സ് ഇതെല്ലാം കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. Okay, we can understand it as a summary of cash book for the whole year. ഒരു മൊത്തം ഒരു ഇയറിലെ ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറി ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ മീനിങ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇൻ മോർ ഡീറ്റെയിൽ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഓൾ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അല്ലെ, ആ സ്ഥാപനത്തിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെയും ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു സമ്മറിയാണ് എന്തെന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ യൂസിങ് ക്യാഷ് ബുക്ക്. ഓക്കെ, ജനറലി എന്ത് ചെയ്യുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലായിരിക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിന്റ്, all cash received including through bank is shown on the debit side. Okay, എല്ലാ റെസിപ്റ്റ്സും വെദർ ക്യാഷ് റെസിപ്റ്റ് ഓർ ബാങ്ക് റെസിപ്റ്റ് ആയിക്കോട്ടെ അതെല്ലാം കാണിക്കുന്നത് ഏത് സൈഡിലായിരിക്കും ഡെബിറ്റ് സൈഡിലായിരിക്കും. ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് ത്രൂ ബാങ്ക് ആർ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. പേയ്മെൻറ്റ്സ് എന്തായിരിക്കും ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഇത്രയുള്ളൂ. റെസിപ്റ്റ്സ് ഡെബിറ്റ് സൈഡിലും, റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് റെസിപ്റ്റ്സ് ആയിക്കോട്ടെ ബാങ്കിൽ റിസീവ് ചെയ്തതായിക്കോട്ടെ റെസിപ്റ്റ്സ് ഡെബിറ്റ് സൈഡിലായിരിക്കും, പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാപിറ്റൽ ഐറ്റംസ് ആൻഡ് റവന്യൂ ഐറ്റംസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ ഐറ്റംസ് ലൈക്ക് പർച്ചേസ് ഓഫ് ഫർണിച്ചർ, ബിൽഡിംഗ് എക്സെട്ര, ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് റവന്യൂ ഐറ്റംസ് ലൈക്ക് സാലറി, റെൻറ്റ്, ദെൻ ഇലക്ട്രിസിറ്റി, സബ്സ്ക്രിപ്ഷൻസ് എക്സെട്ര. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും ക്യാപിറ്റൽ ഐറ്റംസും വരും അതുപോലെ തന്നെ റവന്യൂ ഐറ്റംസും വരും. ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, അതൊരു ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷനാണ്. അതുപോലെ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷനും അതുപോലെ തന്നെ റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻ അല്ലെ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് ഇയറുമായി റിലേറ്റ് ചെയ്ത് മാത്രം വരുന്ന ട്രാൻസാക്ഷൻസ് ലൈക്ക് സാലറി, റെൻറ്റ്, സബ്സ്ക്രിപ്ഷൻ ഇതെല്ലാം എന്തിൽ വരും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വരും. അപ്പോൾ വെദർ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ റവന്യൂ നേച്ചറുള്ള ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ ഇറ്റ് ഡസ് നോട്ട് റെക്കോർഡ് എനി ഔട്ട്സ്റ്റാൻഡിങ് വിച്ച് മീൻസ് അൺപെയ്ഡ് എക്സ്പെൻസസ്, ദെൻ accrued incomes or non-cash items like depreciation. ഇതിൽ എന്ത് മാത്രമേ വരുള്ളൂ, ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്, അക്രൂവൽ ബേസിസിലല്ല. സോ അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻസ് അതുപോലെ തന്നെ അക്രൂഡ് ഇൻകം പിന്നെ നോൺ ക്യാഷ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും എന്തിൽ വരില്ല റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വരില്ല. ഓക്കെ, ഇതിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഈ അക്കൗണ്ടിൽ കാണിക്കുന്നത്, ക്യാഷ് ഓർ ബാങ്ക് ട്രാൻസാക്ഷൻസ് മാത്രമാണ് കാണിക്കുന്നത്. ക്യാഷായിട്ട് നമുക്ക് റിസീവ് ചെയ്ത് അല്ലെങ്കിൽ ബാങ്കിൽ റിസീവ് ചെയ്ത ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ നമ്മൾ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബാങ്കിലൂടെ നമ്മൾ പേ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് കാണിക്കുക. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേ ചെയ്യാത്ത എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിൽ വരില്ല റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ വരില്ല. So in very simple words, receipts and payments account answers two questions. First one, from where did
cash come in? From where did cash come in? Then second question, for what purpose the cash paid out? That's it. Okay. Thank you.